എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 154 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഒരു സംഖ്യ, അത് 3 അക്ക സംഖ്യയോ 4 അക്ക സംഖ്യ ഏത് സംഖ്യയാണെങ്കിലും അത് 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയാൽ, ഇപ്പോൾ 2628 ഓക്കെ, ഒരു 4 അക്ക സംഖ്യയാണ് അല്ലേ, ഒരു 4 ഡിജിറ്റ് നമ്പറാണിത്. ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമ്മൾ എങ്ങനെ നോക്കാം? എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവ തമ്മിലല്ലേ, ഇതിൻ്റെ അക്കങ്ങൾ തമ്മിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയാൽ 2ഉം 6ഉം 8, 8ഉം 2ഉം 10, 10ഉം 8ഉം 18 അല്ലേ. സമ്മ് നമുക്ക് 18 കിട്ടി അല്ലേ. ഡിജിറ്റുകളുടെ ഈ അക്കങ്ങളുടെ തുക നമുക്ക് 18 കിട്ടി. ഈ 18 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം 18 എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 9ന്റെ ടേബിളിൽ 18 ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 2628 എന്താണ്? 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, 9ന്റെ ഒരു ഗുണിതമാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് 3ന്റെയും അല്ലേ. അപ്പം ഇതൊരു 3ന്റെ ഗുണിതമാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമുക്കറിയാം 9ന്റെ ഗുണിതങ്ങളൊക്കെ 3ന്റെ ഗുണിതങ്ങളായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് 9ന്റെ ഗുണിതമാണ്, അതുകൊണ്ട് ഇത് 3ന്റെ ഗുണിതമാണ്. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവ തമ്മിൽ ഇതുപോലെ ആഡ് ചെയ്ത് നോക്കാം അല്ലേ. ആഡ് ചെയ്ത് മുമ്പ് നമുക്ക് എത്ര കിട്ടി? 18 കിട്ടി അല്ലേ. ഈ 18 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാം. 18 നോക്കിയാൽ 3ന്റെ ടേബിളിൽ 18 ഉണ്ട് അല്ലേ. 6 × 3 18 അല്ലേ. അപ്പോൾ ഇതും എന്താണ്? ഒരു 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പോൾ അത് നല്ല ഓർമ്മ വേണം. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ടേബിൾ നമ്മൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം നോക്കിയാൽ നമ്പർ അല്ലേ, ഇവിടെ നമ്പർ വന്നിട്ടുണ്ട്. നമുക്ക് നമ്പർ നോക്കിയാൽ 764 അല്ലേ. ഇതാണ് നമ്മുടെ ആദ്യത്തെ നമുക്കൊരു അക്കം തന്നിട്ടുണ്ട്, 764. സം ഓഫ് ദി ഡിജിറ്റ്, ഇതിലെ അക്കങ്ങളുടെ തുക എത്രയാണ് എന്നാണ് ആദ്യം ചോദ്യം അല്ലേ. അപ്പൊ ഇതിന്റെ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഈ ഡിജിറ്റുകൾ കൂട്ടി നോക്കാം. അപ്പൊ 7ഉം 6ഉം എത്രയാണ്? 13, 13ഉം 4ഉം 17 അല്ലേ. അപ്പൊ ഇത് കൂട്ടി നോക്കുമ്പോൾ 17 കിട്ടി. അപ്പൊ അതാണ് സം ഓഫ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് അക്കങ്ങളുടെ തുക 17 അല്ലേ. ഇനി റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 9, അതായത് ഈ സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ ശിഷ്ടം എത്രയായിരിക്കും എന്നാണ് ചോദ്യം അല്ലേ. അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? വളരെ എളുപ്പത്തിൽ അറിയാം. അങ്ങനെയാണ് നമുക്കറിയാം അല്ലേ. ഈ സമ്മ് എന്നൊക്കെ നമ്മൾ സമ്മ കണ്ടുപിടിക്കുക. സമ്മ് കണ്ടുപിടിച്ചിട്ട് ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ നമുക്ക് ശിഷ്ടം വരുന്നത്, അതാ റിമൈൻഡർ വരുന്നത്, അതാണ് ആ ശിഷ്ടം തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുക അല്ലേ. ഇപ്പൊ നോക്കിയാൽ 17 നമുക്ക് കിട്ടിയത് അല്ലേ. 17നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന 1 × 9 9, 2 × 9 18 അല്ലേ അല്ലേ. അപ്പൊ 1 × 9 9, 2 × 9 18 അല്ലേ. അപ്പൊ കൂടിപ്പോയി 18 കൂടിപ്പോയി. അപ്പൊ ബാക്കി ഇവിടെ 9ഉം കഴിഞ്ഞ് ബാക്കി ഇവിടെ എത്ര ഉണ്ട്? റിമൈൻഡർ 8 ബാക്കി വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? ഇവിടെ റിമൈൻഡർ, അതായത് ശിഷ്ടം 8 ആണ്. ഇനി റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3, ഈ സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും ശിഷ്ടം വരുന്നത് അല്ലേ. അപ്പൊ ഈ സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ്, അപ്പൊ നമ്മൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. വേണ്ട, എന്ത് ചെയ്താൽ മതി, ഇതിന്റെ സമ്മ് അല്ലെ, ഇതിന്റെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 17. അപ്പൊ 17നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ 17നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? 3ന്റെ ടേബിളിൽ 5 × 3 അല്ലെ, 5 × 3 ആണ് 15. നോക്കി, 5 × 3 15 അല്ലേ. ഇനി നോക്കി, അപ്പൊ ബാക്കി ഇവിടെ എത്ര വന്നു? ഇവിടെ 17 ആണുള്ളത്, ബാക്കി 2 ബാക്കി വന്നു അല്ലേ. 2 ബാക്കി വന്നു, അതാണ് റിമൈൻഡർ. അപ്പൊ നമുക്കിവിടെ 2. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ 15 അല്ല, 17നെ അല്ലേ, 17നെ 3 കൊണ്ട്, 17 അല്ല ഇവിടെ നമുക്ക് സമ്മ് കിട്ടിയത്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5 പ്രാവശ്യം 5 × 3 15 കണ്ട. അപ്പൊ നമുക്ക് റിമൈൻഡർ 2 കിട്ടി കണ്ട. അപ്പൊ ഈ 2 നമ്മളിവിടെ എഴുതി. അപ്പൊ ഇതേ റിമൈൻഡർ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ ഈ സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുക അല്ലേ. ഓക്കെ, ഇനി നോക്കിയാൽ മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പൊ ഈ സംഖ്യ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ? ഇതാണ് ചോദ്യം. കണ്ടില്ലേ, ഈ സംഖ്യ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ? എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? നോക്കിയേ, നമ്മളിവിടെ നോക്കിയാൽ ഇതിന്റെ ഈ ഡിജിറ്റുകളുടെ സമ്മ് അല്ലേ, സമ്മിനെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 8 ശിഷ്ടം വന്നു അല്ലേ, 8 റിമൈൻഡർ വന്നു. അപ്പൊ 8 റിമൈൻഡർ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ സംഖ്യ 9ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല അല്ലേ. അപ്പൊ റിമൈൻഡർ ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ, അതായത് റിമൈൻഡർ ഇല്ല, 0 ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഇവിടെ ശിഷ്ടം 0 അല്ല കിട്ടിയിട്ടുള്ളത്, ശിഷ്ടം 8 കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതും മൾട്ടിപ്പിൾ അല്ല, അപ്പോൾ ഇതും മൾട്ടിപ്പിൾ അല്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതെന്താണ്? ഇത് മൾട്ടിപ്പിൾ അല്ല, നോ. ഇനി മൾട്ടിപ്പിൾ ഓഫ് 3,
ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് വേണം? നമ്മളിവിടെ കൂട്ടി നോക്കിയ സംഖ്യ 17 ആണ്. 17 3ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണം. 17 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല അല്ലേ? അതിൽ നോക്കിയാൽ എത്ര വന്നു? റിമൈൻഡർ ശിഷ്ടം 2 വന്നു അല്ലേ? അതായത് 17 നമ്മൾ 3ന്റെ ടേബിളിൽ ഇല്ല അല്ലേ? അപ്പോൾ 17 ഒരു മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് 764 ഒരു മൾട്ടിപ്പിൾ അല്ല, 3ന്റെ മൾട്ടിപ്പിൾ അല്ല അല്ലേ? അപ്പം നമുക്ക് അവിടെ നോ. ഇത്ര ക്ലിയർ ആയില്ലേ? ഇനി നമുക്കിത് വേഗം ചെയ്തുകൂടെ? ഇവിടെ നോക്കിയാൽ 954 ഇതാണ് അടുത്ത സംഖ്യ. സം ഓഫ് ഡിജിറ്റ്, ഇതിൻ്റെ അക്കങ്ങളുടെ തുക എത്രയായിരിക്കും? ഒന്ന് കൂട്ടി നോക്കിയാൽ 9ഉം 5ഉം 14, 14ഉം 4ഉം 18 അല്ലേ? അപ്പം നമുക്ക് 18 എഴുതി. സം ഓഫ് ഡിജിറ്റ് അല്ലേ, അക്കങ്ങളുടെ തുക. അപ്പം മലയാളം മീഡിയക്കാർ നമ്മുടെ ടേബിളിൽ നോക്കിയാൽ മലയാളം അല്ല, ടെക്സ്റ്റ് ബുക്കിൽ മലയാളത്തിൻ്റെ അതേപോലെ എഴുതി വയ്ക്കാം. ഇനി റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 9 അല്ലേ, അതായത് 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എത്രയായിരിക്കും? അപ്പൊ ഈ സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും ശിഷ്ടം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ 9 കൊണ്ട് ഹരിച്ചു നോക്കണോ? വേണ്ട, എന്ത് ചെയ്താൽ മതി? ഇത് കൂടി കൂട്ടിയത് നമുക്കുണ്ട് 18 എന്ന് കിട്ടി. അപ്പൊ 18 നമ്മൾ 9 കൊണ്ട് ഹരിച്ചു നോക്കാം അല്ലേ? അപ്പൊ നോക്കിയേ, 9ന്റെ ടേബിൾ 18 ഉണ്ട് അല്ലേ? 2 × 9 18 അല്ലേ? 2 × 9 18. അപ്പൊ നോക്കിയേ, അപ്പൊ നമുക്ക് 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് അവിടെ എന്താണ്? അവിടെ ശിഷ്ടില്ല. ശിഷ്ടം എത്രയാണ്? 0 ആണ് അല്ലേ? അപ്പൊ നോക്കിയേ, 18നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 പ്രാവശ്യം 2 × 9 18 കണ്ട. അപ്പോൾ ഇവിടെ ശിഷ്ടം എത്ര? റിമൈൻഡർ 0 ആണ് അല്ലേ? അപ്പൊ റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 9 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഈ സംഖ്യ കണ്ട, ഈ സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര റിമൈൻഡർ? 0 അല്ലേ? അപ്പൊ നമ്മൾ 0 എന്ന് എഴുതി. ഇനി റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3 അല്ലെ, ഇനി ഈ സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയായിരിക്കും? ശിഷ്ടം എത്രയായിരിക്കും എന്നൊരു ചോദ്യം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവ തമ്മിൽ കൂട്ടുക അല്ലെ? കൂട്ടിയിട്ട് നമുക്ക് 18 കിട്ടിയിട്ടുണ്ട്. ഈ 18 നമ്മൾ എന്ത് ചെയ്താൽ മതി? 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെ, എന്നിട്ട് എത്രയാണ് ശിഷ്ടം നോക്കാം. അപ്പൊ 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും നമുക്ക്? 0 ആണ് അല്ലെ? ശിഷ്ടം 0. നോക്കിയേ, 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 പ്രാവശ്യം പോകും. 6 × 3 18 അല്ലെ? അതായത് 3ന്റെ ടേബിളിൽ എന്തുണ്ട്? 18 ഉണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് 6 × 3 18 കണ്ട. അപ്പൊ നമുക്ക് ശിഷ്ടം 0 കിട്ടി, റിമൈൻഡർ 0. അപ്പൊ നമുക്ക് 0 ഇട്ടു അല്ലേ? അതായത് ഈ സംഖ്യയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ ശിഷ്ടം 0 തന്നെ ആയിരിക്കും കിട്ടുക കണ്ട. അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ഇത് ചെയ്താൽ മതി. ഇനി മൾട്ടിപ്പിൾ ഓഫ് 9, അപ്പൊ ഈ സംഖ്യ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ സംഖ്യ ഒരു 9ന്റെ ഒരു ഗുണിതമാണോ? ഗുണിതമാണ് അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ 9 കൊണ്ട് ഇതിന്റെ സമ്മിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടിയത് അല്ലേ? അപ്പൊ റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ? 18 എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 954 9ന്റെ മൾട്ടിപ്പിൾ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അടുത്ത് നോക്കിയാൽ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലെ? അപ്പൊ ഈ സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണോ? 3ന്റെ മൾട്ടിപ്പിൾ ആണോ? മൾട്ടിപ്പിൾ ആണ്. എന്തുകൊണ്ടാണ്? നാം 3 കൊണ്ട് ഇതിനെ ഹരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി നമുക്ക്? റിമൈൻഡർ 0 കിട്ടി കണ്ട, റിമൈൻഡർ 0 കിട്ടി. അപ്പൊ എന്താണ്? അപ്പൊ 18 എന്ന് പറഞ്ഞാൽ 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 954 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ? അപ്പൊ യെസ് ഇതും മൾട്ടിപ്പിൾ ആണ് അല്ലേ? അപ്പൊ അത് കിട്ടി. നമുക്ക് അടുത്ത സംഖ്യ നോക്കിയാൽ 582 അല്ലേ? സം ഓഫ് ഡിജിറ്റ്, ഇതിന്റെ അക്കങ്ങളുടെ തുക എത്ര വരും? 5ഉം 8ഉം 13ഉം 2ഉം 15 അല്ലേ? അപ്പൊ നമുക്ക് 15 എഴുതി. ഓക്കെ, ഇനി റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 9, അപ്പൊ ഈ സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും റിമൈൻഡർ ശിഷ്ടം കിട്ടുക? ഈ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് കൂടി കൂട്ടിയത് നമ്മളതിലുണ്ട്. അപ്പൊ അതിനൊന്ന് 9 കൊണ്ട് ഹരിച്ചു നോക്കാം അല്ലെ? അപ്പൊ 15നെ നമ്മൾ 9 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. അപ്പൊ 15 ഹരിക്കണം 9 അല്ലെ? നമുക്കറിയാം 9ന്റെ ടേബിൾ 15 ഇല്ല എന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ എത്രയാണ് റിമൈൻഡർ വരുന്നത് നമുക്ക് നോക്കണം. 9ൽ ഒരു പ്രാവശ്യം 1 × 9 9 അല്ലെ? ബാക്കി എത്ര ഉണ്ട്? 6 അല്ലെ? അപ്പൊ 6 ബാക്കി വരുന്നുണ്ട്, ശിഷ്ടം വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 9, 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര ശിഷ്ടം വരുന്നുണ്ട്? 6 ശിഷ്ടം വരുന്നുണ്ട്. അപ്പൊ 6 എഴുതി അല്ലെ? അപ്പൊ 582നെ 9 കൊണ്ട് ഹരിച്ചാൽ എത്ര തന്നെ ആയിരിക്കും ശിഷ്ടം വരിക? 6 തന്നെ ആയിരിക്കും ശിഷ്ടം വരിക. ഓക്കെ, ഇനി നോക്കിയാൽ റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3, ഈ സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും റിമൈൻഡർ? ഈ സംഖ്യയെ, അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കൂട്ടി കിട്ടിയ സംഖ്യയെ ഇതിനെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചു നോക്കാം
അല്ലേ? അപ്പോൾ 15നെ 3 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ 15 ഹരിക്കണം 3 അല്ലേ? 3ന്റെ ടേബിൾ നോക്കിയാൽ 5 5 ഇൻറ്റു 3 15 കണ്ട. അപ്പോൾ ടേബിളൊക്കെ നന്നായിട്ട് പഠിക്കണം. പഠിക്കാത്തൊരു ടേബിളൊക്കെ നല്ല വണ്ണം പഠിക്കാം, കാണാതെ പഠിക്കണം. അപ്പോൾ 5 ഇൻറ്റു 3 15. അപ്പോൾ നോക്കി റിമൈൻഡർ എത്ര കിട്ടി? 0 കിട്ടി നമുക്ക് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഏതിനെ? 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടിയത്. ഇനി അടുത്ത് എന്താണ് പറ്റുള്ളത്? മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പോൾ ഈ സംഖ്യ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ? അപ്പോൾ ഈ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലേ? അപ്പോൾ ഈ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് കൂട്ടി അല്ലേ, കൂട്ടി നമുക്ക് 15 കിട്ടി. 15 9ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ പോരെ? 15ന്റെ 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് വേണം? നമുക്ക് റിമൈൻഡർ 0 കിട്ടണം. ഇവിടെ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടിയത്? 6 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് റിമൈൻഡർ 6 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 9ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല 15 അല്ലേ? 9ന്റെ മൾട്ടിപ്പിൾ അല്ല 15. അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് വേണ്ടേ? നമുക്ക് ഇവിടെ 0 കിട്ടണം. ഇവിടെ 0 അല്ല കിട്ടിയത്, 6 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആവുമോ ഈ സംഖ്യ? 15 അല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് 582 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല അല്ലേ? 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ് കിട്ടിയാൽ നമുക്ക് ഈ 15നെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടണം? റിമൈൻഡർ 0 കിട്ടണം അല്ലേ? ഇവിടെ നമുക്ക് 6 ആണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല ഈ സംഖ്യ. ഓക്കെ, ഇനി നോക്കിയാൽ മൾട്ടിപ്പിൾ ഓഫ് 3. ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മളിവിടെ കൂട്ടിയിട്ടുണ്ട്. കൂട്ടി കിട്ടിയതിനെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 0 വരണം അല്ലേ? ഇപ്പം ഇവിടെ നോക്കിയാൽ നമ്മൾ 3 കൊണ്ട് ഹരിച്ചു, നമുക്ക് റിമൈൻഡർ 0 കിട്ടി അല്ലേ? റിമൈൻഡർ 0 കിട്ടി 3 കൊണ്ട് ഹരിച്ചപ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 15 ഇതിൻ്റെ 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 15 മൾട്ടിപ്പിൾ ആണെങ്കിൽ 582 ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 582 എന്ന് പറഞ്ഞ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ അല്ല അല്ലേ? 9ന്റെ മൾട്ടിപ്പിൾ അല്ല, അതെ എന്നോന്ന് എഴുതി നമ്മൾ. അതേസമയം അതെന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം എന്താണ്? ഇവിടെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 0 കിട്ടി അല്ലേ? അതേസമയം 9 കൊണ്ട് ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? അവിടെ റിമൈൻഡർ 6 ആണ് കിട്ടിയത്. മനസ്സിലായില്ല അത്? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സംഖ്യ 4808. ആദ്യം നമുക്ക് സം ഓഫ് ഡിജിറ്റ് അല്ലേ? ഈ അക്കങ്ങളുടെ തുക എത്ര വരും? 4ഉം 8ഉം 12, 12ഉം 8ഉം 20. അപ്പോൾ അക്കങ്ങളുടെ തുക 20. ഇനി റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 9. 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും റിമൈൻഡർ വരിക എന്നൊരു ചോദ്യം. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് കൂടി കൂട്ടിയത് നമ്മളെ കയ്യിലുണ്ട് അല്ലേ? അപ്പോൾ അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 20നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 20. 9ന്റെ ടേബിൾ 2 ഇൻറ്റു 9 18 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 9 18. അപ്പോൾ ബാക്കി എത്ര വരുന്നുണ്ട്? ഇവിടെ 2 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 2 ആണ് നമ്മുടെ റിമൈൻഡർ അല്ലേ? അപ്പോൾ 2 റിമൈൻഡർ. അപ്പോൾ 20നെ 9 കൊണ്ട് ഹരിച്ചാൽ 2 ആണ് റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ 9 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 2 തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3. 3 ഈ സംഖ്യ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും റിമൈൻഡർ? അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് കൂടി കൂട്ടിയത് നമ്മുടെ കയ്യിലുണ്ട്, അതിനെ 3 കൊണ്ട് ഹരിച്ചു നോക്കാം. എന്നിട്ട് എത്രയാണ് റിമൈൻഡർ നോക്കാം അല്ലേ? അപ്പോൾ നോക്കാം, നമുക്ക് 20നെ 3 കൊണ്ട് ഹരിച്ചു നോക്കുന്നു. 3ന്റെ ടേബിളിൽ എത്രയാണ്? 6 ഇൻറ്റു 3 18 അല്ലേ? അപ്പോൾ 6 ഇൻറ്റു 3 18 ആണ്. അപ്പോൾ ഇവിടെ റിമൈൻഡർ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. അപ്പോൾ 20നെ 3 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് 2 തന്നെ റിമൈൻഡർ വന്നു അല്ലേ? അപ്പോൾ അതായത് 4808നെയും നമ്മൾ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 തന്നെ ആയിരിക്കും നമ്മുടെ റിമൈൻഡർ. അത് മനസ്സിലായി അല്ലേ? ഇനി മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പോൾ ഈ സംഖ്യ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ? 9ന്റെ ഒരു ഗുണിതാണോ? ഗുണിതമല്ല. എന്താണ് കാരണം? ഇവിടെ നമുക്ക് റിമൈൻഡർ 2 കിട്ടിയല്ലേ? റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത് മൾട്ടിപ്പിൾ എന്ന്. ഇവിടെ റിമൈൻഡർ 2 ആണ് കിട്ടിയത്. അതെന്താണ്? അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ അല്ല, ഒരു ഗുണിതമല്ല അല്ലേ? ഇതിൻ്റെ ഗുണിതമല്ല, 9ന്റെ ഗുണിതമല്ല. ഇനി നോക്കിയേ, മൾട്ടിപ്പിൾ ഓഫ് 3. 3ന്റെ ഗുണിതമാണോ ഈ സംഖ്യ? 3ന്റെ ഗുണിതമല്ല. എന്താണ് കാരണം? നമ്മൾ ഇതിനെ 20നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ശിഷ്ടം എത്ര കിട്ടിയത്? 2 കിട്ടിയല്ലേ? അപ്പോൾ ശിഷ്ടം 0 കിട്ടണം. അങ്ങനെയാണ് നമുക്ക് പറയുന്നത് അത് മൾട്ടിപ്പിൾ ആണ്, 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ ഇത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല 20. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യയും 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്കിവിടെ നോ. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ, ദി ഫസ്റ്റ് 3 ഡിജിറ്റ്സ് ഓഫ് എ 4 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ആർ 2, 5, 7. വാട്ട് ഈസ് ദി നമ്പർ?
അപ്പോൾ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 4 അക്കമുള്ള 9ന്റെ മൾട്ടിപ്പിൾ ആയ ഒരു സംഖ്യ അല്ലേ. അപ്പോൾ ആ സംഖ്യയുടെ ആദ്യത്തെ 3 അക്കങ്ങൾ, ആദ്യത്തെ 3 ഡിജിറ്റുകൾ നമുക്ക് വന്നിട്ട് 2ഉം 5ഉം 7ഉം ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ്, അവസാനത്തെ അക്കം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? അപ്പോൾ 4 അക്കങ്ങളൊരു സംഖ്യയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 3 ഏത് വരും? 2, 5, 7 അല്ലേ. ഇനി ഒരു സംഖ്യയും കൂടി, ഒരു അക്കം കൂടി ഇവിടെ വേണം നമുക്ക് അല്ലേ. ആ അക്കം ഏതാണെന്ന് അറിയില്ല. അപ്പം 4 അക്കമുള്ളൊരു സംഖ്യയാണ്. അപ്പം അതിൽ ആദ്യത്തെ 3 അക്കങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു അക്കം കൂടി വരണം അല്ലേ. അപ്പം നോക്കിയാൽ ഇവിടെ നമുക്ക് ഒരു അക്കം കൂടി കൊടുക്കണം. ഈ അക്കം ഏതാണെന്നാണ് ചോദ്യം. ഈ അക്കം, ഇതിനുള്ളിലുള്ള അക്കം ഏതായിരിക്കണം അല്ലേ. അപ്പം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ സംഖ്യ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അല്ലേ. അപ്പം നമുക്കറിയാം ഈ സംഖ്യ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും? ഈ സംഖ്യ എല്ലാം കൂടി കൂട്ടിയാൽ അല്ലേ, ഈ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിയാൽ, അതായത് അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? ആ കിട്ടുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, 9ന്റെ ഗുണിതമായിരിക്കണം അല്ലേ. അപ്പം നമുക്കൊന്ന് കൂട്ടി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ സം ഓഫ് ഡിജിറ്റ് അതായത് അക്കങ്ങളുടെ തുക അല്ലേ. അപ്പം അക്കങ്ങളുടെ തുക നോക്കി എത്ര വന്നു ഇവിടെ? 2 + 5 + 7 അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടി? 5ഉം 2 7ഉം 7ഉം 14 നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ 3 കൂടി കൂട്ടിയപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക. അപ്പോൾ അക്കങ്ങളുടെ തുക നമുക്ക് എത്ര കിട്ടി ഇവിടെ? 14 കിട്ടി. ഈ 14 9ന്റെ ഗുണിതമാണോ? 9ന്റെ ടേബിൾ ഏതൊക്കെ വരും നോക്കിയാൽ? 9, 2 × 9 18 അല്ലേ. അപ്പോൾ 9 വരണം, അല്ലെങ്കിൽ 18 വരണം അല്ലേ. അങ്ങനെ പോകണം അല്ലേ. നമുക്കിവിടെ എത്ര കിട്ടിയിട്ടുള്ളൂ? 14 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ അല്ലേ. നമുക്ക് എത്ര വേണം ഇവിടെ? ഇവിടെ 18 വേണം അല്ലേ. 18 വേണം. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര കൂടി കൂട്ടേണ്ടി വരും? ഒരു 4 കൂടിയും കൂട്ടേണ്ടി വരും അല്ലേ. 4 കൂട്ടിയാലേ ഇത് 18 ആവുള്ളൂ. അപ്പോൾ ഇത് 18 ആയി കഴിഞ്ഞാൽ ഈ സംഖ്യ എന്താവുള്ളൂ? 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര കൂട്ടേണ്ടി വരും? ഇവിടെ നമുക്ക് 18 കിട്ടണം. 18ൽ നിന്ന് എന്ത് കുറയ്ക്കേണ്ടി വരും? നമുക്ക് ഇത് 3 കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 14 കിട്ടിയത് അല്ലേ. അപ്പോൾ 14 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 4 വരും അല്ലേ. അപ്പോൾ ഈ 4 നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഖ്യ ഏതായിരിക്കും? 4 ആയിരിക്കും അല്ലേ. അതായത് 2, 5, 7, 4 ഇതായിരിക്കും ഈ സംഖ്യ അല്ലേ. ഇനി ഒന്ന് കൂട്ടി നോക്കിയേ. 2ഉം 5ഉം 7, 7ഉം 7ഉം 14, 14 4 18 അല്ലേ. നമുക്ക് 18 കിട്ടി. 18 എന്ന് പറഞ്ഞാൽ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ, 9ന്റെ ഗുണിതമാണ്. അതായത് 9ന്റെ ടേബിൾ 18 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ സംഖ്യ എന്തായി? ഇപ്പോൾ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആയി. അപ്പോൾ ഇതാണ് സംഖ്യ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? തന്നിട്ടുള്ള 3 അക്കങ്ങളും കൂടി കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് 14 കിട്ടി അല്ലേ. അപ്പോൾ നമുക്കിത് 9ന്റെ മൾട്ടിപ്പിൾ ആവണം. 9ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 9 കഴിഞ്ഞാൽ പിന്നെ 18 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 14 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ എത്ര കൂടി കൂട്ടേണ്ടി വരും? 4 കൂട്ടണം അല്ലേ. അതായത് 4 ആണ് ഇവിടുത്തെ സംഖ്യ. അപ്പോൾ ഇതിൻ്റെ കൂടെ 4 കൂടി കൂട്ടിയാലോ, 14ന്റെ കൂടെ 4 കൂടി കൂട്ടിയാലോ 18 ആവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത് ഈ സംഖ്യ ഏതായിരിക്കണം? 4 ആയിരിക്കണം അല്ലേ. അപ്പോൾ 4 കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? സം ഓഫ് ഡിജിറ്റ് അല്ലേ, അക്കങ്ങളുടെ തുക നമുക്ക് 18 കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഖ്യ. ഇനി നമുക്കതിലെ 3ാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. എനി നമ്പർ ആൻഡ് ദി നമ്പർ ഗോട്ട് ബൈ ചേഞ്ചിങ് ദി ഓർഡർ ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഇൻ എനി വേ ബോത്ത് ലീവ് ദി സെയിം റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 9 വൈ. ഇതാണ് ചോദ്യം. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ? ഒരു സംഖ്യ, അപ്പോൾ ഏത് സംഖ്യ? ഇപ്പോൾ 2 ഡിജിറ്റ്, 3 ഡിജിറ്റ്, 4 ഡിജിറ്റ്, ഏത് സംഖ്യ? ഏതെങ്കിലും ഒരു സംഖ്യ. ആ സംഖ്യയുടെ നമ്മൾ ഓർഡർ അങ്ങോട്ട് മാറ്റി അല്ലേ. ചേഞ്ചിങ് ദി ഓർഡർ അങ്ങോട്ട് മാറ്റി എഴുതിയാലും ഈ 2 സംഖ്യയെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ റിമൈൻഡർ, ഒരേ ശിഷ്ടം തന്നെയാണ് കിട്ടുകയെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നതെന്ന് മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോക്കിയാൽ ഒരു സംഖ്യ, ഇപ്പോൾ ഏത് സംഖ്യയാണ്? ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാനിപ്പോൾ 56 എന്ന് പറഞ്ഞ സംഖ്യ എഴുതി. ഓക്കെ, ഇനി നോക്കി എന്താ പറ്റുള്ളത്? ഇതിനെ നമ്മൾ ഡിജിറ്റുകൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ, ഡിജിറ്റൽ മാറ്റുക ഇപ്പം ഞാൻ ആദ്യം 5 എഴുതി പിന്നെ 6 എഴുതി അല്ലേ. അത് ഞാൻ മാറ്റി എഴുതി. ഞാൻ ആദ്യം 6 എഴുതി പിന്നെ 5 എഴുതി. അപ്പോൾ എത്ര ഇത്? 65 എന്നായി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാലും നാം ഇതിനെ ഈ 2നെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ റിമൈൻഡർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരേ റിമൈൻഡർ കിട്ടും. എന്താണ് കാരണം എന്നാണ് വഹിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര ആയിരിക്കും റിമൈൻഡർ കിട്ടുക? നമുക്ക് എന്താണ് എളുപ്പപ്പണി? ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കണം, വേണ്ട അല്ലേ. 5ഉം 1ഉം ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക അല്ലേ. സം എത്രയാണ്? ഇപ്പോൾ നോക്കിയാൽ സം ഓഫ്
സം ഓഫ് ഡിജിറ്റ്സ്. മലയാളം മീഡിയക്കാർ എന്തെങ്കിലും എഴുതണം? ഈ അക്കങ്ങളുടെ തുക അല്ലെ, അക്കങ്ങളുടെ തുക എത്രയാണ്? 5 + 6 11 കിട്ടി അല്ലേ? 11 കിട്ടി. അപ്പോൾ 11 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം 1 × 9 9, റിമൈൻഡർ നമുക്ക് 2 കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 2 ആണ് കിട്ടിയത് അല്ലേ? ഇനി 65 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ എത്ര കിട്ടും റിമൈൻഡർ? 65 എന്ന് പറഞ്ഞാലും സം ഓഫ് ഡിജിറ്റ് എത്ര വരാം? സം ഓഫ് ഡിജിറ്റ് നമുക്ക് എത്രയാണ് കിട്ടുക? 6 + 5 അല്ലേ? 6 + 5 എന്ന് പറഞ്ഞാൽ 11 തന്നെയാണ് കിട്ടുക അല്ലേ? അപ്പോൾ നമ്മൾ 11 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 2 തന്നെ അല്ലേ? അപ്പോൾ 2 ഇതിനെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരേ റിമൈൻഡർ തന്നെയാണ് കിട്ടുന്നത് അല്ലേ? ഇവിടെ റിമൈൻഡർ നമുക്ക് എത്ര കിട്ടി? 2 തന്നെയാണ് കിട്ടിയത്. ഇപ്പൊ നമ്മൾ 2 ഡിജിറ്റ് എടുത്തു അല്ലെ? ഇനി നമ്മളിത് 3 ഡിജിറ്റ് എടുത്ത് വിചാരിക്കും. 3 ഡിജിറ്റ് നോക്കാം. നോക്കിയാ ഇപ്പൊ 325 അല്ലെ? ഇത് കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 3 ഉം 2 5 5 5 10 കിട്ടി അല്ലെ? 10 കിട്ടി. സം ഓഫ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 കിട്ടി. ഇനി ഞാൻ നോക്കിയാൽ ഈ സംഖ്യകൾ മാറ്റിയിടണ്. ഇപ്പൊ ഞാൻ 5 ആദ്യം എഴുതി, പിന്നെ 2 എഴുതി, പിന്നെ 3 എഴുതി. അല്ലെങ്കിൽ ആദ്യം ഞാൻ 2 എഴുതി, പിന്നെ 5 എഴുതി, പിന്നെ 3 എഴുതി. കണ്ട, അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടു. അപ്പൊ ഇങ്ങനെ ചെയ്താലും നമ്മുടെ സമ്മ് മാറുമോ? സമ്മ് മാറൂലല്ലേ? 5 2 7 7 3 10. കണ്ട, ഇപ്പോഴും സമ്മ് 10 കിട്ടും. ഇപ്പോഴോ 5 2 7 3 10. ഇപ്പോഴും നമുക്ക് 10 കിട്ടും അല്ലേ? അപ്പൊ നമ്മൾ ഈ 10നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ 10നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 × 9 9. നമുക്ക് റിമൈൻഡർ എത്ര കിട്ടുക? 1 ആണ് റിമൈൻഡർ കിട്ടുന്നത് അല്ലേ? അപ്പൊ ഈ സംഖ്യകൾ അങ്ങോട്ടും മാറ്റിയിട്ടാൽ നമുക്ക് എത്ര തന്നെ കിട്ടുള്ളൂ? ഇതേ റിമൈൻഡർ തന്നെ കിട്ടുള്ളൂ അല്ലെ? അപ്പൊ എന്താണ് കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കാരണം? സംഖ്യ എങ്ങനെ മാറ്റിയിട്ടാലും ഈ അക്കങ്ങളുടെ തുക മാറുന്നില്ല. കണ്ട, അക്കങ്ങളുടെ തുക, അതായത് സം ഓഫ് ഡിജിറ്റ് മാറുന്നില്ല. സം ഓഫ് ഡിജിറ്റ് എപ്പോഴെത്ര കിട്ടുന്നത്? ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുന്നത് അല്ലെ? ഇവിടെ നോക്കിയേ ഒരേ സംഖ്യ തന്നെ കിട്ടി അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് റിമൈൻഡർ മാറാത്തത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയാൽ, അപ്പൊ ഇത് ഇംഗ്ലീഷ് മീഡിയക്കാർ ഇങ്ങനെ എഴുതാം: റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3 ഡിപ്പെൻഡ്സ് ഓൺലി ദി സം ഓഫ് ഡിജിറ്റ്സ്. ചേഞ്ചിങ് ദി ഓർഡർ ഓഫ് ദി ഡിജിറ്റ്സ് ഡസ് നോട്ട് ചേഞ്ച് ദി സം ഓഫ് ദി ഡിജിറ്റ്സ് അല്ലെ? എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ, ഏത് സംഖ്യയെയും 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം അക്കങ്ങളുടെ തുകയെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതായത് ഏത് സംഖ്യ എടുത്താലും ആ സംഖ്യ 9 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുന്ന ശിഷ്ടം നമ്മൾ എങ്ങനെ കണക്കാക്കുക? ആ അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കാം അല്ലെ? അക്കങ്ങൾ കൂട്ടി നോക്കിയിട്ട് ആ സംഖ്യയെ നമ്മൾ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കോ ശിഷ്ടം കിട്ടുന്നത്, അതായിരിക്കും ഈ സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടം കിട്ടുന്നത് അല്ലെ? അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏത് സംഖ്യയെയും 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം അക്കങ്ങളുടെ തുക അല്ലെ? സം ഓഫ് ഡിജിറ്റ് അക്കങ്ങളുടെ തുകയെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇനി സംഖ്യകളുടെ ക്രമം മാറ്റിയാൽ, അപ്പൊ സംഖ്യകളുടെ നമ്മളിങ്ങനെ ഓർഡർ മാറ്റി അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ മാറ്റുന്നത് അക്കങ്ങളുടെ തുകയെ മാറ്റം വരുത്തില്ല അല്ലെ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് കൊണ്ട് അക്കങ്ങളുടെ തുക മാറുമോ? അക്കങ്ങളുടെ തുക മാറില്ല. അപ്പൊ ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെ എഴുതാം? ഇതേപോലെ എഴുതാൻ മതി. മലയാളം മീഡിയക്കാരൻ്റെ താഴെ ഉള്ളത് എഴുതി വെക്കാം. ഇനി അതിൽ നോക്കിയാൽ 3ൽ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇഫ് വി ചേഞ്ച് ദി ഓർഡർ ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ഇൻ എനി വേ, വിൽ വി അഗെയിൻ ഗെറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് 9 വൈ? അപ്പൊ എന്താണ് പറഞ്ഞതെന്ന് നോക്കിയാൽ, 9ന്റെ ഗുണിതമായ ഒരു സംഖ്യ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സംഖ്യയുടെ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാലും അപ്പൊ നമുക്ക് കിട്ടുന്ന ആ സംഖ്യ 9ന്റെ ഒരു മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കുമോ? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ഒരു ചോദ്യമാണ് അല്ലെ? അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആയ ഒരു സംഖ്യ, ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഞാനിപ്പോ 81 എടുത്തു, ഉദാഹരണത്തിന് 81 എടുത്തു. ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? 9 × 9 81 നമുക്കറിയാം. ഇനി ഇതിനെ ഞാൻ ഒന്നുകൂടി മാറ്റിയിട്ടു, ഇവിടെ ഡിജിറ്റ് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ആദ്യം ഞാൻ 1 എഴുതി, പിന്നെ 8 എഴുതി അല്ലെ? അപ്പൊ നോക്കി ഇതിന്റെ ഡിജിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറ്റി. അപ്പൊ ഇതും ഒരു 9ന്റെ മൾട്ടിപ്പിൾ ആകുമോ എന്നൊരു ചോദ്യം. 9ന്റെ മൾട്ടിപ്പിൾ ആവോ? 18 എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 2 × 9 18. കണ്ട, അപ്പൊ ഇങ്ങനെ മാറ്റിയപ്പോഴും നമുക്ക് എന്താണ് കിട്ടി? 9ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ് കിട്ടിയത്. ഇനി നമുക്ക് വേറെ സംഖ്യ എടുത്ത് നോക്കാം. 135 എടുത്തു ഞാൻ. 135 ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അങ്ങനെ അറിയാൻ പറ്റും. നമുക്ക് നോക്കിയാൽ 1 3 4 4 5 9 അല്ലെ? അപ്പൊ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 9 കിട്ടി അല്ലെ? ഇത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 9 കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായി അല്ലെ? ഓക്കെ. ഇനി ഞാൻ ഇതിനെ മാറ്റി എഴുതാന്ന് വിചാരിക്കും. ഞാൻ 531 എഴുതി. ഈ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണോ?
കൂട്ടി നോക്കിയാൽ 5ഉം 3ഉം 8ഉം 1 9 അല്ലേ? ഇപ്പോഴും നമുക്ക് 9 തന്നെയാണ് കിട്ടിയത് അല്ലേ? ഇനി ഞാൻ 315 എന്ന് എഴുതി. അപ്പോഴും ഇത് എന്ത് തന്നെ ആയിരിക്കും? ഇത് 9ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. കാരണം ഇത് കൂട്ടുമ്പോൾ എത്ര വരാം? 9 തന്നെ നമുക്ക് കിട്ടും അല്ലേ? അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാലും എന്ത് തന്നെ ആയിരിക്കും? ഇതൊക്കെ 9ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആവുമെന്നാണ് ചോദ്യം. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആവും അല്ലേ? എന്തായിരിക്കും കാരണം? നമ്മളിങ്ങനെ ഡിജിറ്റുകൾ മാറ്റിയിട്ടാലും അതിന്റെ സം ഓഫ് ഡിജിറ്റ് അല്ലേ, അക്കങ്ങളുടെ തുക മാറുമോ? മാറുന്നില്ല. കണ്ട, ഇപ്പൊ ഉദാഹരണത്തിലൂടെ 9 കൂട്ടിയപ്പോൾ ഒക്കെ എല്ലാത്തിനും നമുക്ക് 9 തന്നെ കിട്ടിയത്. അതായത് സം ഓഫ് ഡിജിറ്റ് മാറുന്നില്ല അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇഫ് ദി സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9, then the number is a multiple of 9. ചേഞ്ച് ദി ഓർഡർ ഡസ് നോട്ട് ചേഞ്ച് ദി സം ഓഫ് ദി ഡിജിറ്റ്സ് അല്ലേ? അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികൾ ഇങ്ങനെ എഴുതാം. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? മലയാള മീഡിയക്കാർ എങ്ങനെ എഴുതി നോക്കിയാൽ, ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയും 9ന്റെ ഗുണിതമാണ് അല്ലേ? അപ്പൊ ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ 9ന്റെ ഗുണിതമാണ് അല്ലേ? സംഖ്യകളുടെ ക്രമം മാറ്റുന്നത്, അപ്പൊ സംഖ്യകളുടെ ക്രമം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് അക്കങ്ങളുടെ തുകയെ മാറ്റില്ല അല്ലെ? അപ്പൊ അക്കങ്ങളുടെ തുക മാറുമോ? മാറുന്നില്ല. ഒരേ തുക തന്നെയായിരിക്കും അപ്പോഴും നമുക്ക് കിട്ടുക. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ എഴുതാൻ മതി, ഇഫ് ദി സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9, then ദി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. മനസ്സിലായില്ലേ? ഇനി ചേഞ്ച് ദി ഓർഡർ ഡസ് നോട്ട് ചേഞ്ച് ദി സം ഓഫ് ദി ഡിജിറ്റ്സ് അല്ലെ? അപ്പൊ ഓർഡർ മാറ്റിക്കഴിഞ്ഞാൽ അതെന്ത് മാറില്ല? ആ സം ഓഫ് ദി ഡിജിറ്റ്സ് അല്ലെ, അക്കങ്ങളുടെ തുക മാറില്ല. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.